എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രേക്കിയൽ പ്ലെക്സസ് സർജറിയെ കുറിച്ചാണ്. അപ്പം ബ്രേക്കിയൽ പ്ലെക്സസ് രണ്ട് തരത്തിലാണ്. ഒന്ന് ബർത്ത് ബ്രേക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറിയും ഒന്ന് അതേപോലെ ട്രോമാറ്റിക് ബ്രേക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ബർത്ത് ബ്രേക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറിയെ കുറിച്ച് പറയാം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളെ വീട്ടിലും അല്ലെങ്കിൽ അറിയുന്ന ആളുകൾക്കൊക്കെ ചില കുട്ടികൾ ജനിച്ച ഉടനെ തന്നെ കൈക്ക് സ്വാധീനം ഇല്ലാണ്ടാവുന്നതാണ്. എന്നിട്ട് കൈ അനക്കാൻ പറ്റാതാവുകയും യൂസ് ചെയ്യാൻ പറ്റാതെ ഒരു ഡെലിവറി സമയത്ത് ആ ഡോക്ടർ ഇൻഫോം ചെയ്തിട്ടുണ്ടാവും ഫിസിയോതെറാപ്പി മാത്രം മതി എന്നുള്ളത്. അപ്പോൾ അത്തരം കുട്ടികൾ ആണ് ബർത്ത് ബ്രേക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറി കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ അത്തരം കുട്ടികൾക്ക് ഇനീഷ്യലായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി ആയിരിക്കും നമ്മൾ ഹാൻഡ് സർജൻസ് സജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ 4 to 6 മാസം വരെ നമ്മൾ ഫിസിയോതെറാപ്പിയിൽ എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ്, നമ്മൾ ഓരോ മാസവും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഓരോ ലെവൽ ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇന്ന മാസം ഇത്ര കാണണം, 2 മാസം കഴിഞ്ഞാൽ ഇത്ര വരണം എന്നുള്ള ഒരു കാൽക്കുലേഷനിലായിരിക്കും നമ്മളത് വെക്കുന്നത്. നമ്മുടെ അടുത്ത് ഫോളോ അപ്പ് മാത്രമായിരിക്കും. അപ്പോൾ അതിനുശേഷമായിരിക്കും സർജറി വേണോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി മാത്രം മതിയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പം പൊതുവെ കുട്ടികൾക്ക് നല്ല റിസൾട്ടാണ് ബ്രേക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറീസിൽ കൃത്യമായി ചികിത്സിക്കുകയാണെങ്കിൽ. പിന്നീട് വരുന്ന സെക്കൻഡറി ഡിഫോമിറ്റികൾ എന്ന് വെച്ചാൽ കൈ പൂർണ്ണമായി പൊക്കാൻ പറ്റാതാവുകയും വിരൽ പൂർണ്ണമായി പൊക്കാൻ പറ്റാവുന്ന ഡിഫോമിറ്റികളെല്ലാം നമ്മൾ പിന്നീടാണ് അത് ട്രീറ്റ് ചെയ്ത് ശരിയാക്കുന്നത്, കുട്ടികൾ കുറച്ചും കൂടി വലുതായതിനു ശേഷം. അപ്പം നേരെ അടുത്തത് വരുന്നത് ട്രോമാറ്റിക് ബ്രേക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറീസ് ആണ്. ട്രോമാറ്റിക് ബ്രേക്കിയൽ പ്ലെക്സസ് നമുക്കറിയുന്ന പോലെ ഏതെങ്കിലും ഇഞ്ചുറി ആവാം, ആക്സിഡൻസ് ആവാം, അല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിൽ തൂങ്ങി പിടിച്ച് വീണതോ അങ്ങനെ എന്തോ ആവാം അല്ലേ. അപ്പം അത്തരം ഇഞ്ചുറീസ് പറ്റുന്ന പേഷ്യൻസ് 2 രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത് എപ്പോഴും. ഒന്ന് പൂർണ്ണമായും കൈ തളർന്നിട്ട്, രണ്ടാമത്തത് ഭാഗികമായിട്ട് ചിലപ്പം അവരെ ഷോൾഡറും എൽബോവും മാത്രമായിരിക്കും വർക്ക് ചെയ്യാത്തത്, ബാക്കിയെല്ലാം ഫങ്ഷൻ ചെയ്യുന്നതായിരിക്കും കൈവിരലുകളെല്ലാം. നേരെ തിരിച്ചു ആവാം, ഇത് ഫങ്ഷൻ ചെയ്യാതെ ഷോൾഡറും എൽബോവും മാത്രം ഫങ്ഷൻ ചെയ്യുന്നതും കണ്ടുവരാറുണ്ട്. അപ്പം അത്തരം പേഷ്യൻസിന് നമ്മൾ ആദ്യത്തെ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യത്തെ എത്ര മാസത്തിനുള്ളിൽ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഡ്യൂറേഷനുള്ളിൽ പേഷ്യൻ്റ് എത്തുകയാണെങ്കിൽ പൊതുവേ നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റുന്ന ആദ്യത്തെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന എപ്പോഴും 6 മാസം വരെയാണ്. 6 മാസം വരെ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ മിക്കതും ഫിസിയോതെറാപ്പിയിൽ ഇമ്പ്രൂവ് ആവാത്ത പേഷ്യൻസിന് സർജിക്കലി നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാറുണ്ട് ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ. അതിൽ തന്നെ നെർവ് ട്രാൻസ്ഫർ വർക്ക് ചെയ്യാത്ത മസിൽസിൻ്റെ ഞരമ്പിലേക്ക് വർക്ക് ചെയ്യുന്ന മസിൽസിൻ്റെ ഞരമ്പുകളെടുത്ത് കൊടുക്കുന്ന നെർവ് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അതേപോലെ ടെൻഡൻ ട്രാൻസ്ഫർ ചില പേഷ്യൻസിന് ആവശ്യം വരാം. ചില പേഷ്യൻസിന് ജസ്റ്റ് ബോൺ ഫിക്സേഷൻ പോലത്തെ എന്തെങ്കിലും ആവശ്യം വരാം. റൊട്ടേഷണൽ ഓസ്റ്റിയോട്ടമി അങ്ങനെ എന്തെങ്കിലും സർജറീസ് ആയിരിക്കും ആവശ്യം വരിക. ഏറ്റവും ലേറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് വളരെ ടെക്നിക്കലി ആവശ്യം വരുന്ന തുടയിൽ നിന്ന് നമ്മൾ മസിലെടുത്ത് നമ്മൾ രക്തക്കോയിലും നരമ്പും ചേർത്ത് വെച്ച് ഇവിടെയുള്ള നരമ്പിലേക്കും രക്തക്കോയിലേക്കും കണക്ട് ചെയ്തിട്ട് ചെയ്യുന്ന ഫ്രീ ഫങ്ഷനിങ് മസിൽ ട്രാൻസ്ഫറും ചെയ്ത് മൂവ്മെൻറ്റ്സ് കൊണ്ടുവരാനുള്ള സർജറി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളോ പേഷ്യൻസോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം.